ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ജെറിക്കോ, ഡെഡ് സീ, അതുപോലെ തന്നെ ഈശോ ലാസറിനെ ഉയർപ്പിച്ച സ്ഥലം, ഈശോയെ സാത്താൻ പരീക്ഷിച്ച സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഒരു യാത്ര പോയിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇതൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഇത് എൻ്റെ ഫ്രണ്ട് ബിൻസി. ഞങ്ങൾ ആദ്യം പോയത് ഈശോ ലാസറിനെ ഉയർപ്പിച്ച സ്ഥലത്തേക്കാണ് ആദ്യം പോയത്. അവിടെ ചെന്നപ്പോൾ ആ സ്ഥലം തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വെളിയിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് കുറേ സമയം അതിലൂടെ നടന്നു. വെളിയിൽ നല്ല ചൂടുണ്ടായിരുന്നത്, ഈ സ്ഥലത്തൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല രസമായിരുന്നു അവിടെയെല്ലാം. പഴയ കാലത്ത് ഇത് അതുപോലെ തന്നെ അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് തന്നെ. ഞങ്ങൾ വീണ്ടും അവിടെ ചെന്നപ്പോൾ അത് തുറന്നിട്ടില്ല, കുറച്ച് സമയം കൂടി എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരികെ അതിനോട് ചേർന്ന് തന്നെ ഒരു മനോഹരമായൊരു ചാപ്പലുണ്ടായിരുന്നു. അപ്പോൾ ആ ചാപ്പലിലേക്ക് ഞങ്ങൾ പോകുന്ന വഴിയാണിത്. ഇതിലൂടെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ചെറിയ ചാപ്പലാണ്. നല്ല തണുപ്പുള്ള പഴയ കാലത്തെ ആ ഭംഗിയോടുകൂടി തന്നെ ആ കെട്ടിടങ്ങളെല്ലാം അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആ പഴമ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇതിലൂടെ അകത്തേക്ക് ചെല്ലുമ്പോഴാണ് ആ ചെറിയ ചാപ്പൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല തണുപ്പും എല്ലാമായിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അകത്ത് ചെന്ന് ചെറിയ ചാപ്പലാണ്, പക്ഷേ അതിൻ്റെ അകത്ത് ഇരുന്ന് ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങൾ അതിൻ്റെ അത് ചിലവഴിച്ചു. ഇതാണ് ചെറിയൊരു ചാപ്പൽ. അവിടുത്തെ കുറച്ച് സമയം ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നതിന് ശേഷം പതുക്കെ ഞങ്ങളെല്ലാവരും ചേർന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഇത് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള കടകളാണ് കേട്ടോ. നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണമെങ്കിൽ. പിന്നീട് ഞങ്ങൾ വീണ്ടും ഈശോ ലാസറിനെ ഉയർപ്പിച്ച ആ സ്ഥലത്ത് ചെന്ന് നിന്നു. അപ്പോഴേക്കും അവരത് തുറക്കാമെന്ന് പറഞ്ഞ് പിന്നീട് ഞങ്ങൾ കുറച്ച് പേരായിട്ട് അകത്തേക്ക് പോവുകയാണ്. ചെറിയൊരു ഇടവഴി പോലെയാണ് കേട്ടോ. സ്റ്റെപ്പൊക്കെ ആയിട്ട് താഴേക്ക് പോകണം, സൂക്ഷിച്ച് പോകേണ്ട ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈശോ ലാസറിനെ ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ സ്ഥലം. 5 പേര് വെച്ചിട്ടാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിപ്പോയത്. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. 5 പേര് വെച്ച് താഴേക്ക് കുറച്ച് പേർക്ക് താഴേക്ക് പോവുകയാണ്. ഇവിടെ എല്ലാവരും കൃത്യമായിട്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. പിന്നെ ഇതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇത് കണ്ടോ, ഇതെല്ലാം അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുവാണ്. പോയവരെല്ലാം തിരിച്ചു വരുന്നുണ്ട്. ഒരു വലിയൊരു അനുഭവമായിരുന്നു കേട്ടോ. ഇങ്ങനെ വരാൻ പറ്റുമെന്നോ, ഇങ്ങനെ ഇവിടെയൊക്കെ വരാൻ പറ്റുമെന്നോ പോകാൻ പറ്റുമെന്നോ ഒരിക്കലും പ്രതീക്ഷയല്ല. നെക്സ്റ്റ് ഞങ്ങളുടെ ടേണായി. ഞങ്ങൾ ഇറങ്ങി ചെല്ലുവാണ്. ഇവിടെയാണ് ഈശോ ലാസറിനെ ഉയർപ്പിച്ചു എന്ന് പറയപ്പെടുന്നത്. ഈ സ്ഥലത്താണ്. കുറച്ച് സ്ഥലമേ ഉള്ളൂ. അവിടെ ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നീട് 2 ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു കയറി പോന്നു. പിന്നീട് ഞങ്ങൾ പോയ ഈ സ്ഥലത്താണ് ചുങ്കക്കാരൻ സക്കായി ഈശോയെ കാണുന്നതിന് വേണ്ടി കയറിയിരുന്ന മരമാണിത്, അത്തിമരം. ഈ മരത്തിലിരുന്നുകൊണ്ടാണ് ഈ സക്കായി ഈശോയെ കാണുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്. ഈശോ സക്കായിയുടെ താഴെ ഇറങ്ങി വരാൻ പറയുന്നത് ബൈബിളിൽ പറയുന്ന ഭാഗം. പിന്നീട് ഞങ്ങൾ ആ മരത്തിൻ്റെ താഴെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് നല്ല ചൂട് ഇഡ്ഡലി സാമ്പാർ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അന്ന് ഞങ്ങൾ ഡെഡ് സീയിലും പോയിരുന്നു. ഇതാണ് ഡെഡ് സീയുടെ ഒരു ഭാഗമാണിത്. ഡെഡ് സീയിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്ന ഒരു സമയമാണ് കേട്ടോ. വളരെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. പിന്നെ എന്താ പറയുക, നമുക്ക് ആ വെള്ളത്തിന് തന്നെ നല്ല കട്ടിയുള്ള ആ വെള്ളം കുറച്ചങ്ങ് താഴേക്ക് പോയിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വെച്ചു. ഞങ്ങളവിടെ ഒന്നേക്ക് പോവുകയാണ്. എക്സ്പീരിയൻസ് രസമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും.
നിറയെ ഉപ്പുവെള്ളമായതുകൊണ്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ചിട്ടാണ്. ബിൻസിയാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ ഞാൻ മുടിയൊക്കെ കവർ ചെയ്ത് വെച്ചിട്ട് വാവ്, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇസ്രായേൽ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഡെഡ് സീ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ണൊക്കെ നീറിയെങ്കിലും ഞങ്ങൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇത് അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളാണ്. ഒത്തിരി ആളുകൾ, ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും വൈകുന്നേരം ആവുന്നതേ ഉള്ളൂ, ഒത്തിരി ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. പക്ഷേ എങ്കിലും എത്ര നീറ്റായിട്ടാണെന്നറിയാവോ അവിടെ എല്ലാം അവർ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതെല്ലാം അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളാണ്, കിലോമീറ്ററുകളോളം ഇങ്ങനെ കിടക്കുവാണ്. അവിടെ നമുക്ക് ഡ്രസ്സ് മാറാനും എല്ലാം ഉള്ള സൗകര്യമുണ്ട്. അവിടെ നിന്ന് വന്നിട്ട് പിന്നെ നമുക്ക് കുളിക്കാനും എല്ലാം ഉള്ള സൗകര്യം അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ അന്ന് ഞങ്ങൾ ഈശോയെ സാത്താൻ പരീക്ഷിച്ച ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിരുന്നത്. ഇതിപ്പോൾ അത് അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തതാണ്. കേബിൾ കാറിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഈശോയെ സാത്താൻ പരീക്ഷിച്ച സ്ഥലത്തേക്ക് ഈ കേബിൾ കാറിലാണ് നമ്മൾ പോകുന്നത്. നല്ല ഉയരത്തിലാണ് കേട്ടോ, ഒരു 10-15 മിനിറ്റ് യാത്രയേ ഉള്ളൂ, എങ്കിലും നല്ല രസമായിരുന്നു യാത്ര. സ്റ്റാഫൊക്കെ ആണെങ്കിലും നല്ല പൊളൈറ്റായിട്ടാണ് നമ്മൾ ബിരിയാണി ചെയ്യുന്നത്. എല്ലാം കൊണ്ടും നല്ലൊരു യാത്രയായിരുന്നു. നല്ല ഉയരത്തിലാണ് കേട്ടോ പോകുന്നത്. അതുപോലെ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് ആ ഒരു വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങളെല്ലാവരും. കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ താഴേക്ക് വിശാലമായ സ്ഥലമാണ്. ഇപ്പോൾ അവിടെ ചെന്നു ഇങ്ങനെയാണ്. അവിടെ നിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇതുപോലെ തന്നെ കടകളും പിന്നെ നമുക്ക് നിന്നെല്ലാം കാണാൻ വേണ്ടിയുള്ള സൗകര്യം എല്ലാം ഉണ്ട്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ പതുക്കെ തിരിച്ചു പോവുകയാണ്. ഇതെല്ലാം കാണുന്നത് ഡെഡ് സീയുടെ കുറച്ച് ഭാഗങ്ങളാണ്. കിലോമീറ്ററുകളോളം നീണ്ടെടുക്കുന്ന ഡെഡ് സീ. തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സങ്കടം ഉണ്ടായിരുന്നു. കാരണം വളരെ രസകരമായൊരു ടൂറായിരുന്നു അന്നത്തേത്. അപ്പോൾ ആ ടൂർ അറേഞ്ച് ചെയ്ത സുരേഷ് ചേട്ടനും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഫുഡൊക്കെ ആണെങ്കിലും വളരെ നല്ലതായിരുന്നു. അപ്പോൾ വീണ്ടും അടുത്ത യാത്രയിൽ കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങളെല്ലാവരും വീണ്ടും തിരിച്ച് ആഷ്ലൂരിലെത്തി. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. താങ്ക് യു സോ മച്ച്.